കീം 2024 ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ്. അതായത് എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള തേർഡ് ഘട്ട അലോട്ട്മെന്റ്, മൂന്നാം ഘട്ട അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള തീയതി നീട്ടിയിട്ടുണ്ട്. അതായത് ഈ വരുന്ന സെപ്റ്റംബർ 2 വൈകുന്നേരം 6 മണി വരെയാണ് അതിനുള്ള ടൈം കൂട്ടിയിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള തേർഡ് അലോട്ട്മെന്റും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റും വരുന്നത് ഈ വരുന്ന സെപ്റ്റംബർ 2 വൈകുന്നേരം 6 മണി വരെയാണ്. ഇനി ഈ ഒരു ആർക്കിടെക്ചർ റാങ്കുകളിൽ ഈ ഒരു ആർക്കിടെക്ചർ തേർഡ് ഫേസിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള ഒന്നാം ഘട്ടത്തിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത്, ഇപ്പം ഫസ്റ്റ് അലോട്ട്മെന്റ് നിങ്ങൾ പങ്കെടുത്ത് കാണും. അപ്പോൾ ഒന്നാം ഘട്ടത്തിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഓപ്ഷനുകൾ റദ്ദാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മുൻഘട്ടങ്ങളിൽ അലോട്ട്മെന്റ് പ്രകാരം അഡ്മിഷൻ നേടി വരും. അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്തവരും നിങ്ങൾക്ക് ഈ ഒരു തേർഡ് ഫേസിൽ അലോട്ട്മെന്റിൽ പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ നിർബന്ധമായിട്ട് നടത്തിയിരിക്കണം. ഇനി ഈ ഒരു രജിസ്ട്രേഷൻ നടത്താനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ വരുന്ന സെപ്റ്റംബർ 2 വൈകുന്നേരം 6 മണി വരെയാണ്. ഈ ഒരു നിങ്ങൾ സെപ്റ്റംബർ 2 വൈകുന്നേരം 6 മണി വരെ നിങ്ങൾ കൊടുക്കുന്ന ഡേറ്റ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് 4 ഒരു താൽക്കാലിക അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. അതിനോടനുബന്ധിച്ചിട്ട് തന്നെ റിയൽ ആയിട്ടുള്ള തേർഡ് അലോട്ട്മെന്റും വന്നിരിക്കും, ഫൈനൽ തേർഡ് അലോട്ട്മെന്റും വന്നിരിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു എറർ കാണാനായിട്ട് പറ്റും. ഇത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ഇംഗ്ലീഷ് നോട്ടിഫിക്കേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഡേറ്റ ഇവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് 12/9/2024 വൈകുന്നേരം 6 PM അങ്ങനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, കുറച്ച് ആൾക്കാർക്കൊക്കെ ഫസ്റ്റ് അലോട്ട്മെന്റിലോ സെക്കൻഡ് അലോട്ട്മെന്റിലോ അഡ്മിഷൻ ലഭിച്ചു കാണും. അങ്ങനെയുള്ളവർ വിചാരിക്കുകയാണ്, അതായത് എനിക്ക് ഇനി തേർഡ് അലോട്ട്മെന്റിലേക്ക് പോകണ്ട, എനിക്ക് ഫസ്റ്റിലോ സെക്കൻഡിലോ കിട്ടിയ അലോട്ട്മെന്റ് മതിയാകും. അങ്ങനെയുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ മുൻഘട്ടങ്ങളിൽ അഡ്മിഷൻ ലഭിക്കുകയും എന്നാൽ ഈ ഘട്ടത്തിൽ ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാതിരിക്കുന്നവരുടെ മുൻ അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശനം നിലനിൽക്കുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് ഓൾറെഡി അഡ്മിഷൻ ലഭിച്ചു, നിങ്ങൾ അഡ്മിഷനൊക്കെ എടുത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു അലോട്ട്മെന്റ് ഘട്ടത്തിൽ പങ്കെടുക്കാതിരുന്ന, ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ അലോട്ട്മെന്റ് നിലനിൽക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഘട്ടത്തിൽ തേർഡ് അലോട്ട്മെന്റ് നിങ്ങൾ പങ്കെടുത്തു, നിങ്ങൾക്ക് ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു എന്നുണ്ടെങ്കിൽ നിശ്ചിത സമയത്തിനകം ആ ഒരു കോളേജിൽ പ്രവേശനം നേടാൻ ഒരു ടൈം അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിനകത്ത് നിങ്ങൾ ആ ഒരു കോളേജിൽ പ്രവേശനം നേടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് കിട്ടിയ അലോട്ട്മെന്റും അതുപോലെ തന്നെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന തേർഡ് അലോട്ട്മെന്റിൽ കിട്ടാൻ പോകുന്ന അലോട്ട്മെന്റും റദ്ദാവുന്നതായിരിക്കും. അത് മാത്രമല്ല നിങ്ങളുടെ സ്ട്രീമിലെ എല്ലാ ഓപ്ഷനുകളും റദ്ദാവുന്നതായിരിക്കും. ഇനി ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് 2000 രൂപയാണ്. പക്ഷേ ഈ താഴെ പറയുന്ന ക്രൈറ്റീരിയ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 2000 രൂപ അടയ്ക്കേണ്ട കാര്യമില്ല. അതായത് MBBS BDSന്റെ ആദ്യഘട്ട അലോട്ട്മെന്റിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ നിങ്ങൾ 2000 രൂപ ആ ഒരു ടൈമിൽ MBBS BDSന്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് അടച്ചവരാണ് നിങ്ങൾ. അതുമല്ല എന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് ഫാർമസി അലോട്ട്മെന്റിന്റെ ടൈമിൽ, അതായത് കഴിഞ്ഞ തേർഡ് ഫേസിൽ 2000 രൂപ ഓപ്ഷൻ രജിസ്ട്രേഷൻ അടച്ചവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ആർക്കിടെക്ചറിന്റെ കോഴ്സുകൾക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല. ഇനി വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് ലഭിച്ച് പ്രവേശനം നേടുന്ന കോഴ്സിന്റെ, അതായത് പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ അടയ്ക്കുന്ന 2000 രൂപ, ഈ 2000 രൂപ നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ, കോളേജിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു കോഴ്സിന്റെ ട്യൂഷൻ ഫീസിലേക്കായിരിക്കും വകയിരുത്തപ്പെടുന്നത്. സപ്പോസ് നിങ്ങൾക്ക് അഡ്മിഷൻ ഒന്നും ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പൈസ റീഫണ്ട് ചെയ്ത് കിട്ടും. ഇനി SC ST അതുപോലെ തന്നെ OEC അതേപോലെ തന്നെ സർക്കാർ ഉത്തരവ് പ്രകാരം ഫീസ് ആനുകൂല്യത്തിന് അർഹരായിട്ടുള്ള കുറച്ച് വിദ്യാർത്ഥികളുണ്ട്. അതായത് ശ്രീചിത്ര ഹോം, ജുവനൈൽ ഹോം, നിർഭയ ഹോം എന്നിവിടങ്ങളിലെ അപേക്ഷകരായിട്ടുള്ള സ്റ്റുഡൻസിനും 500 രൂപ ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസായിട്ട് അടച്ചാൽ മതി. ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്തുള്ള കോഷൻ ഡെപ്പോസിറ്റ് വകയിലേക്കായിരിക്കും ഈ ഒരു തുക പോകുന്നത്. ഇനി ഇതാണ് വിശദമായിട്ടുള്ള ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഈ 29-ാം തീയതി, അതായത് ഇന്നലെ എഞ്ചിനീയറിംഗ് ഫാർമസി ആർക്കിടെക്ചറിലേക്കുള്ള പുതുതായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ മൂന്നാം ഘട്ട അലോട്ട്മെന്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഇനി സെപ്റ്റംബർ 2 വൈകുന്നേരം 6 മണിക്കുള്ളിലായിട്ട് ഈ ഒരു ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം അവസാനിക്കുന്നതായിരിക്കും. ഇനി സെപ്റ്റംബർ 4 താൽക്കാലിക അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. 5 അന്തിമഘട്ട അലോട്ട്മെന്റ്, ഫൈനൽ അലോട്ട്മെന്റും പ്രസിദ്ധീകരിക്കും. ഇനി നിങ്ങൾക്ക് കോളേജിൽ അഡ്മിഷൻ എടുക്കാനുള്ള ഈ ഒരു അലോട്ട്മെന്റ് പ്രകാരം കോളേജിൽ നേരിട്ട് പോയി അഡ്മിഷൻ എടുക്കാനുള്ളൊരു ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് ഈ വരുന്ന സെപ്റ്റംബർ 6 മുതൽ സെപ്റ്റംബർ 7 വൈകുന്നേരം 4 മണിക്കുള്ളിലായിട്ട് നിങ്ങൾ കോളേജുകളിൽ ഹാജരായിട്ട് എഞ്ചിനീയറിംഗ് ഫാർമസി ആർക്കിടെക്ചർ അലോട്ട്മെന്റിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു കോളേജുകളിൽ ഹാജരായിട്ട് നിങ്ങൾ ആ ഒരു ഫീസ് അടച്ച് കോളേജിൽ പ്രവേശനം നേടണം. ഈ പറയുന്ന കാര്യം കോളേജുകാർ ചെയ്യേണ്ട കാര്യമാണ്, നിങ്ങൾ ബോധേഡാവേണ്ട കാര്യമില്ല. ഇനി പ്രത്യേക ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞിട്ട് 2 പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഫാർമസി ആർക്കിടെക്ചർ കോഴ്സുകളിലേക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാത്തവരെ ഈ ഘട്ടത്തിൽ അലോട്ട്മെന്റ് പരിഗണിക്കുന്നില്ല. നേരത്തെ പറഞ്ഞാണ്, ഫ്രഷ് ആയിട്ടാണ് ഓപ്ഷൻസ് അപ്ലൈ
ചെയ്യേണ്ടത്, ആർക്കിടെക്ചറിന് വേണ്ടിയിട്ട് ഓപ്ഷൻസ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ഓപ്ഷൻസ് സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെയും പറഞ്ഞിട്ടുണ്ട്, എഞ്ചിനീയറിംഗ്, ഫാർമസി, ആർക്കിടെക്ചർ കോഴ്സുകളിലേക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നവർ അവർ ആഗ്രഹിക്കുന്ന മുൻഗണനാ ക്രമത്തിൽ തന്നെയാണ് ഓപ്ഷനുകൾ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് ഉറപ്പാക്കുക. അതായത് നിങ്ങൾക്ക് വേണ്ട കോളേജും കോഴ്സുമാണ് കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രയോറിറ്റി അനുസരിച്ച് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം കൂടി മനസ്സിൽ വെച്ചേക്കുക. സോ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യു ആർ വാച്ചിങ് കേരള ടെക് വേൾഡ്, സൈനിങ് ഔട്ട്.